നമുക്ക് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം നേരത്തെ ഈ വണ്ടിപ്പെരിയാർ പോലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിലെ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിൽ പോലീസിനെതിരെ വിമർശനമുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എല്ലാം കുറ്റമറ്റതെന്ന അഭിപ്രായം CPM-നില്ല, സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വിവരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഇക്കാര്യത്തിൽ പോലീസ് മേധാവി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിലെ പ്രോസിക്യൂഷൻ വീഴ്ച എന്നത് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇതിലെ പ്രധാനപ്പെട്ട 2 കുറ്റങ്ങൾ, ബലാത്സംഗവും കൊലക്കുറ്റവും, രണ്ടും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതിൽ കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട്. അവർ വളരെയധികം അസ്വസ്ഥരാണ്. നേരത്തെ മാതാവിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അപ്പീൽ നൽകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, ഈ വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട വിചാരണ സമയത്ത് പോലീസും പ്രോസിക്യൂഷനും നല്ലപോലെ സഹകരിച്ചു എന്നുള്ളതായിരുന്നു ഈ വിധി വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ പ്രതിയെ വെറുതെ വിടും മുൻപുള്ള ഈ പിതാവിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം, അതായത് പ്രതിയെ വെറുതെ വിട്ടതിനു ശേഷം വലിയ വിമർശനം പോലീസിനെതിരെയും പ്രോസിക്യൂഷനെതിരെയും ഉയർന്നു. മാത്രമല്ല, ഈ കേസിൽ കേരള പോലീസ് കാര്യമായ ചില അന്വേഷണ രീതികൾ സ്വീകരിക്കുകയും കൃത്യമായ തരത്തിലുള്ള തെളിവ് ശേഖരണം അടക്കം നടപ്പാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്തെ വിലയിരുത്തൽ. എന്നിട്ടും പ്രതി അർജുനെ വെറുതെ വിട്ട സാഹചര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ വിശദമായ പരിശോധന വേണം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി നിലപാടിലേക്ക് എത്താൻ കാരണം പ്രോസിക്യൂഷന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പിന്നോട്ടടിയാണോ, അതല്ല അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഉന്നത കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസിൽ എന്ത് തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പരിശോധനകൾ ഉണ്ടാകും. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള അർജുനെ വെറുതെ വിട്ടത്. ആ സാഹചര്യം പോലീസ് ഗൗരവമായി കാണുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം സംബന്ധിച്ച് പുനരന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതും പോലീസ് പരിഗണിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അപ്പീൽ നൽകുന്ന സാഹചര്യം അത് ചില നിയമപരിശോധനകൾക്ക് ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇനിയും ഒരു വീഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്നുള്ളൊരു വാശി, ഒരു നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയിട്ടുമുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് ഈ പുതിയ വിവരം നമ്മളെ അറിയിച്ചത്. അതോടെ